ചില കാര്യങ്ങൾ അല്പം സമയമെടുത്തു കഴിഞ്ഞാലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിയായ മാർഗത്തിൽ കൂടി തന്നെ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഗ്യാൻവാപി വിഷയമാണെങ്കിലും നേരത്തെ അയോധ്യ ആയിരുന്നുവെങ്കിലും അതേപോലെ മധുര വിഷയമാണെങ്കിലും ഒക്കെ തന്നെ അത് കേവലം മതപരമോ വിശ്വാസപരമോ ആചാരപരമോ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല. ഇതിൽ പലപ്പോഴും അന്വേഷിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡീസ് ആണ്. അപ്പൊ ഇതിൽ പലപ്പോഴും കോടതികളുടെ മുന്നിലേക്ക് പരിഗണനാ വിഷയമായിട്ട് വന്നിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഇതിന്റെ നിലനിൽപ്പ്, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ, നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതേപോലെ ഭരണഘടനാപരമായിട്ട് ആൾക്കാർക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ കേസുകളെല്ലാം തന്നെ ഒരുപക്ഷെ തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടത്. അയോധ്യ വിഷയം തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. കാരണം അതിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസസ് പരിശോധിച്ചിരുന്നു. ആ വസ്തുവിന്റെ അവകാശം ആർക്കായിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായിട്ടുള്ള രേഖകൾ വെച്ച് പിന്നിലേക്ക് പോയിട്ട് ആരുടെ ഭാഗത്താണ്, ഹിന്ദു പക്ഷത്താണോ അതോ ഇസ്ലാം പക്ഷത്താണോ അത് കൂടുതലുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടന്നു. ശാസ്ത്രീയമായിട്ടുള്ള ഉത്ഖനനം അവിടെ നടന്നിട്ടുണ്ട്. എക്സ്കവേഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്ന രേഖകളെല്ലാം തന്നെ ചരിത്രപരമായിട്ടുള്ള രേഖകളാണ്. അതെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അത് കോടതിയിൽ നിലനിൽക്കുന്ന രേഖകളാണ്. അതേപോലെ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഭരണഘടനാപരമായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നൽകിയിരിക്കുന്ന അവകാശങ്ങളാണെങ്കിലും അവിടെ ഹിന്ദു പക്ഷത്തിന് അനുകൂലവുമായിരുന്നു. അപ്പൊ അങ്ങനെ കേവലം മതപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ മതപരമായിട്ട് സെറ്റിൽ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള റെമഡീസ് ആണ് അക്കാര്യത്തിൽ ഉണ്ടായത്. അതേപോലെ തന്നെ ഗ്യാൻവാപിയിലും അല്പം വൈകിട്ടാണെങ്കിലും ആ രീതിയിലത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സർവേ ആണ്. അപ്പൊ അതിൽ ഒരു തരത്തിലുള്ള സർവേ നടന്നു. അതുകൂടാതെ ഇനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവലിംഗം കണ്ടെത്തിയിരിക്കുന്ന മുസുഖാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സർവേ നടത്തണം എന്നുള്ള ഒരു ഡിമാൻഡ് അവിടെ ഉണ്ട്. തന്നെയുമല്ല അതിൽ ഒരു ഹിന്ദു സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളതും അതൊരു ക്ഷേത്രമായിരുന്നു എന്നും അസന്നിഗ്ധമായി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പൂജകൾക്ക് വേണ്ടിയിട്ട് അതിനെ തുറന്നു കൊടുക്കാനായിട്ട് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കേവലം ഏതെങ്കിലും ഒരു ആരാധനാലയത്തിനെ കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആരാധനാലയത്തിനെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആരാധനാലയത്തിനെ കയ്യേറുക എന്ന രീതിയിലോ ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള നിയമ വ്യവസ്ഥ അനുസരിച്ച് തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്കുള്ള നിയമപരമായിട്ടുള്ള അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ആർക്കും ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടത് കാര്യമില്ല. ഇപ്പൊ മുസ്ലിം പക്ഷത്തിന് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് എങ്കിൽ എന്തൊക്കെ ലീഗൽ അവന്യൂസ് ആണോ ഹിന്ദു പക്ഷത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കുന്നതിന് മുസ്ലിം പക്ഷത്തിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അപ്പൊ ആരും ഇക്കാര്യത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജിലല്ല. അതുകൊണ്ട് നിയമപരമായിട്ട് യാതൊരു വിധത്തിലുള്ള കായികമായിട്ടുള്ള സംഘർഷങ്ങളും ഉണ്ടാകാതെ, യാതൊരു രീതിയിലുള്ള കയ്യേറ്റങ്ങളും ഉണ്ടാകാതെ നിയമപരമായിട്ട് സമാധാനപരമായിട്ട് ഇത് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനാണ്. ഈ ഗ്യാൻവാപി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അയോധ്യ വിഷയത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള തെളിവുകൾ, ചരിത്രപരമായിട്ടുള്ള തെളിവുകളാണെങ്കിലും അതേപോലെ തന്നെ വളരെ എവിഡന്റ് ആയിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ഷേത്ര മാതൃകയുടെ ഭാഗങ്ങളും ഒക്കെ തന്നെ ആൾക്കാർക്ക് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയോധ്യ കേസിൽ ആ ഒരു വിധി ഉണ്ടാകാമെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്യാൻവാപി വിഷയത്തിലും സമാനമായിട്ടുള്ള ഒരു വിധി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ക്ഷേത്രം തകർത്തതാണ് എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ, ചരിത്ര രേഖകൾ തന്നെയുണ്ട്. ഉദാഹരണത്തിന് അയോധ്യ വിഷയത്തിൽ 12ാം നൂറ്റാണ്ട് വരെയെങ്കിലും പഴക്കമുള്ള ഒരു ക്ഷേത്ര മാതൃക, ആ സമയത്ത് അയോധ്യ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന, അവിടെ ഉപയോഗിച്ചിരുന്ന കൺസ്ട്രക്ഷൻ മാതൃകകൾ, ക്ഷേത്ര മാതൃകകളെല്ലാം തന്നെ അവലംബിച്ചിരുന്ന വലിയൊരു സ്ട്രക്ചർ, ഒരു ഹിന്ദു സ്ട്രക്ചർ, 12ാം നൂറ്റാണ്ടിലേതെങ്കിലും പഴക്കമുള്ള ഒരു ഹിന്ദു സ്ട്രക്ചർ അയോധ്യയിൽ ബാബറി മസ്ജിദിന് താഴെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ASIയുടെ കണ്ടെത്തൽ. അത് ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന് പറഞ്ഞതിന് തെളിവ് കൊടുക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. അത് സ്വാഭാവികമായിട്ടും അതിനെ അക്കമ്പനി ചെയ്യുന്ന ചരിത്രപരമായിട്ടുള്ള രേഖകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു വാദം അവിടെ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പക്ഷെ അത് ക്ഷേത്ര മാതൃകയാണ് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്കും തർക്കമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇവിടെ ഇത് തകർക്കപ്പെട്ടിരിക്കുന്നത് ഔറംഗസേബിന്റെ കാലത്താണ് എന്നുള്ള കാര്യം ചരിത്രപരമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാസിർ ഇ അലങ്കരി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന് രണ്ട് രീതിയിലുള്ള നറേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഈ രണ്ട് നറേറ്റീവ്സും പറയുന്നത് അദ്ദേഹം നേരിട്ട് തകർത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള പ്രവിശ്യ ഭരണാധികാരികൾ വഴി ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ തകർക്കാനായിട്ട് ശ്രമിച്ചോ എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ തകർക്കാനായിട്ടുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയുമല്ല, വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നിരവധി അക്കൗണ്ടുകൾ അയോധ്യയിലേതിന് സമാനമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് വിദേശത്തു നിന്നുള്ള യാത്രക്കാർ, അത് ഫ്രഞ്ച് യാത്രക്കാരായിക്കോട്ടെ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് യാത്രക്കാർ, യൂറോപ്യൻസ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഈ ഭാഗത്തെല്ലാം തന്നെ വന്നിരുന്നതും അവരുടെ അക്കൗണ്ടുകളും എല്ലാം തന്നെ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ക്ഷേത്രത്തിന് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്, അതിനെ തകർത്തുകൊണ്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല.
ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എക്സ്കവേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വരുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു മസ്ജിദിൽ നമുക്ക് സ്ത്രീ രൂപങ്ങൾ അവിടെ ആലേഖനം ചെയ്യുക എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല. ഗണപതിയുടെ, ഹനുമാന്റെ, ശ്രീരാമന്റെ ഒക്കെ തന്നെ രൂപങ്ങൾ അവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല. 8ഓളം ശിവലിംഗങ്ങളും 2 നന്ദിയും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷൻ മാതൃകയുടെ ഭാഗമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രിഡോമിനന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ASIയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഒരു ലാർജ് ടെമ്പിൾ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആധികാരികമായിട്ടുള്ള ചിത്രങ്ങൾ സഹിതമുള്ള ഒരു റിപ്പോർട്ട്, അങ്ങനെ ഒരു കാര്യം അവിടെ വരുന്ന സമയത്ത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ചിത്രങ്ങൾ അവിടെ ഒരു തെളിവായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഇനിയും ആ ഒരു വിഷയത്തിൽ ഒരു കടുംപിടുത്തത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം പക്ഷം ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ മര്യാദ എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മുകളിലുള്ള താഴികക്കുടവും അല്ലെങ്കിൽ പള്ളിയുടെ മാതൃകയും എന്നതിനപ്പുറത്തേക്ക് താഴ്ഭാഗം മുഴുവനും ക്ഷേത്ര മാതൃകയാണ്, അത് തകർക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് അക്കമ്പനി ചെയ്യുന്ന ചരിത്രപരമായിട്ടുള്ള റെക്കോർഡുകളും കൂടിയുള്ള സമയത്ത് ഈ ഒരു വാദം, ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം വരുമ്പോൾ അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, മതനിരപേക്ഷ സമൂഹത്തിൽ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിട്ടുവീഴ്ച മനോഭാവം അവർക്ക് ഉണ്ടാകേണ്ടതാണ്. അയോധ്യയിൽ ഒരുപക്ഷെ അത് ഉണ്ടായില്ല. ഇവിടെ കൂടുതലായിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പൊ അത് മുസ്ലിം പക്ഷം ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത്. പക്ഷെ അത് അവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അഥവാ അവരത് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ലീഗലായിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റെമഡികൾ അവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അത് ഒരുപക്ഷെ ഒരു നെഗോസിയേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോടതി വ്യവഹാര നടപടികളുടെ ഭാഗമായിട്ടോ അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് ഹിന്ദുപക്ഷം ശ്രമിക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ കരുതുന്നത്.